അതിന്റെ ചാർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് 8ാം പ്രതിയുമായി 1ാം പ്രതി നടത്തിയ ഗൂഢാലോചന. ആ കണ്ണി വിട്ടുപോയി. ഇപ്പോ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കേസ് നടക്കുമ്പോ ആ കേസില് ചെയ്ത ആളുകളെ കിട്ടി. അപ്പൊ നമ്മളുടെ കേസ് എന്താ? കേസിന്റെ ഫസ്റ്റ് കോർട്ട് ചാർജ് എന്ന് പറയുന്നത് 8ാം പ്രതിയുമായി 1ാം പ്രതി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി 1ാം പ്രതിയും 1 മുതൽ 6 വരെ പ്രതികളും ഗൂഢാലോചന നടത്തി ഈ ഒരു വിഷയം എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് കോടതിയുടെ ചാർജ്. അപ്പൊ അതിന്റെ ചാർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് 8ാം പ്രതിയുമായി 1ാം പ്രതി നടത്തിയ ഗൂഢാലോചന. ആ കണ്ണി വിട്ടുപോയി. അതാണ് ഈ ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ള പ്രശ്നം. അപ്പൊ അതുമൂലം ഇതിപ്പോ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയാണ്, കൊട്ടേഷനിലാണ് ഈ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങനെ തെളിയിക്കപ്പെടാതെ പോകുമ്പോ അത് ഈ സൊസൈറ്റിക്ക് വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് ഉണ്ടാകുന്നു എന്ന് ജുഡീഷ്യറി മനസ്സിലാക്കണം. കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ ശരി തെറ്റ് ഒക്കെ അപ്പീലിൽ നമുക്ക് ഇഴകീറി പരിശോധിക്കട്ടെ. പക്ഷെ ആ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതം ഞാൻ നോർമലായില്ലേ? ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നോർമലാണല്ലോ.